അസ്സലാമലൈക്കും, നമസ്കാരം. ജാഫർ അലി താനൂരാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എം ആർ ബേക്കറിയിൽ ഇന്നൊരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സോയോ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റാഫുണ്ട്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന് ഇന്നൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. ആരാണെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. ജസ്റ്റ് വെയിറ്റ്. ആള് വരുന്നുണ്ട്, സർപ്രൈസാണ്. കഥക് തുറന്ന് വരട്ടെ. മുതലാളിയാണ് മുമ്പിലുള്ളത്. Happy birthday to you. Happy birthday to you. Happy birthday to എന്തായാലും ഒരുപാട് സന്തോഷമുള്ള മുഹൂർത്തമാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മുടെ കൂടെ ഒരുപാട് കാലമായിട്ടുള്ള നമ്മുടെ അനീഫാക്ക നമ്മൾ പ്രായം കൂടുന്തോറും അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് പറയുന്നത്. അവരെ ചേർത്ത് പിടിച്ച് അവരുടെ തോളോട് ചേർന്ന് നിന്ന് നമ്മളിൽ ഒരാളെ നിൽക്കുക എന്നുള്ളതാണ് സന്തോഷം. എന്തായാലും തീർച്ചയായിട്ടും അടുത്ത ഇതുപോലെ ഒരുപാട് ബർത്തുകൾ പല ആളുകളും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതുപോലെ കൊണ്ടാടേണ്ടത് നമ്മുടെ അടുത്ത കോർപ്പറേറ്റ് ഓഫീസിലായിരിക്കും നമ്മുടെ അടുത്തല്ല ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ റിവ്യൂ ഏജ് വെറും നമ്പർ മാത്രമാണ്. അനീഫാക്ക നമ്മുടെ കമ്പനിയിലെ ഏറ്റവും ചുറുചുറുക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അനീഫാക്കൻ്റെ ഇങ്ങനെ ഒരു ഇവൻറ്റ് നമ്മളെല്ലാവരും കൂടിയിട്ട് ചേർന്ന് ചെയ്യാണ്. അടുത്തത് നമ്മൾ ഇതിൽ ഉഷാറായിട്ട് ചെയ്യും. ഓക്കെ. Happy birthday to you. Happy birthday to you. Happy birthday to you, Anifaka. Happy birthday to you. Esto es un montón de detalles, claro, Pablo. Tradition. അപ്പോൾ കണ്ടല്ലോ, ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായി. ഇന്ന് എനിക്കൊരു കോൾ വന്ന് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം, അതിന് ഞാൻ മുന്നോട്ട് വരണമെന്ന് നമ്മുടെ ഷിയാബ് സാർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാക്കിയ സന്തോഷം. നമ്മൾ പോകുന്നത് ഹൈലി പ്രൊഫഷണൽ സ്റ്റൈലിലേക്കാണ് കമ്പനി പോകുന്നത്. അത് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് കമ്പനി ചെയർമാൻ, VP എന്ന് വേണ്ട എല്ലാവർക്കും വളരെ വലിയൊരു ഹൃദയംഗമായ താങ്ക്സ് രേഖപ്പെടുത്താണ്. ഇത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം. നമ്മളൊക്കെ ഏറ്റവും വലിയ കമ്പനിയുടെ ഒരു മുന്നിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് നല്ല ടീം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഏറ്റവും നല്ല മികച്ച ടീമിനെ നമ്മുടെ കൂടെ കൂട്ടിയിട്ട് നമ്മുടെ വിഷനിലേക്കുള്ള ഒരു വലിയൊരു ഒരു ആ പ്രയത്നത്തിൽ എല്ലാവരും കൂടെ നിന്നിട്ട് ഇപ്പം നമ്മളൊരു സിമെൻറ്റ് ചാക്ക് എടുക്കുന്ന പോലെ അല്ലേ. സിമെൻറ്റ് ചാക്ക് ഇങ്ങനെയാണ് 4 പേരാണ് വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റും. ഒരാളാണെങ്കിൽ പൊക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഒരു നല്ല ടീമിനെ ഒരു അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ടീമിനെ ബിൽഡപ്പ് ചെയ്യുക. അപ്പം നമുക്ക് അവിടെ ഷിയാബിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഏത് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു ബിസിനസ്സിന് വളരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഷിയാബിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മെയിൻ സംഭവം അതാണ്. ഷിയാബ് പറഞ്ഞത് ശരിയാണ്. ഏത് സമയത്തും വെളിപ്പാടാകലേ എന്ന് പറഞ്ഞ പോലെ ഏത് പാതിരാക്കാണെങ്കിലും ആളൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, അത് എവിടെയെങ്കിലും എത്തിക്കണം എന്നുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്ക് ഞങ്ങൾ ഈ മൈ സ്റ്റോറിൻ്റെ സംഭവം പ്ലാൻ ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരു മൈ സ്റ്റോർ എന്നുള്ള രൂപത്തിൽ താനൂർ സീക്കോ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ പോയി. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റായിട്ട് ഇറങ്ങിയ സമയത്ത് ആ സമയത്ത് ഒരുപാട് പ്രാവശ്യം പോയിട്ടും ഇന്ന് വാ, നാളെ വാ, മറ്റൊന്ന് വാ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയപ്പോഴും ഈ റിജക്ഷൻ വന്ന സമയം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ തേടി ഇങ്ങോട്ട് ആളുകൾ മൈ സ്റ്റോർ ചോദിച്ചിട്ട് വരുന്നത് ഇതൊന്നും അധികം കാലമല്ല, ഒരു 1 ഇയറിൻ്റെ ഒരു വ്യത്യാസത്തിൽ വന്ന സംഭവങ്ങളാണ്. എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ എല്ലാ കമ്പനിയിലും ഇങ്ങനെ നടക്കുന്ന കാര്യമല്ല, അപൂർവം കമ്പനികളിൽ മാത്രമേ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാഫിൻ്റെ ഒരു പിറന്നാളൊക്കെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ചിലരെ ഇതൊന്നും മൈൻഡാക്കാണ്ട് പോകും. അപ്പോൾ സാർ അതൊരു വലിയൊരു കാര്യമാക്കിയിട്ട് ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്കതിൽ നിന്ന് ഭയങ്കര സന്തോഷമാണ് ഉണ്ടായിരുന്നത്. പിന്നെ വെച്ചാൽ സാറിൻ്റെ ഒരു മോട്ടിവേഷൻ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ വെച്ചാൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമയിൽ പോകുന്നത് വലിയൊരു കാര്യമായിരിക്കും. അത് നമ്മളെ ഈ ഒരു സോയോ കമ്പനിയിൽ ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അത് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.